ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ US കാനഡ ട്രിപ്പിൻ്റെ 7ാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ മോൺട്രിയലിലാണുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ മോൺട്രിയലിൽ എത്തിയത്. ടൊറൻറ്റോയിൽ നിന്നാണ് വന്നത്. ബസ് മാർഗമാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇവിടെ കറങ്ങാനൊക്കെ പോയിരുന്നു. ഓൾഡ് ടൗൺ ആണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലം തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാര്യം, അതായത് ഇത് മോൺട്രിയൽ ഉക്കാം ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയാണ്. അവിടെ സെൻറ്റനി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 15 to 20 minutes വാക്കാണ് ഈ ഓൾഡ് ടൗണിലേക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം ചൂസ് ചെയ്തത്. മാത്രമല്ല സെൻറ്റനി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വൺ ഓഫ് ദ ഫേമസ് ഒരു സ്ട്രീറ്റ്സാണ്. എന്നാൽ കുറേ ഈ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉള്ളത്. വളരെ ആൾക്കാർ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് അവിടെയുള്ളവർ തന്നെ വരുന്ന ഒരു സ്ഥലമാണ് ഈ സെൻറ്റനി സ്ട്രീറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ വൈകുന്നേരം ഞാനങ്ങോട്ട് നടന്നാണ് പോയത്, കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ കരുതിയിട്ട്. പക്ഷേ ഇന്ന് മെട്രോ എടുത്ത് പോകാൻ തീരുമാനിച്ചു. എനിക്ക് പോകേണ്ടത് തിരിച്ച് ഓൾഡ് ടൗണിലേക്ക് തന്നെയാണ്. ഓൾഡ് ടൗണിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ ടൂറിസ്റ്റ് ബോട്ടുകളിൽ ക്രൂസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് നെക്സ്റ്റ് സ്റ്റേഷൻ തന്നെ ഇതാണ്, ഈ ചാംബി മാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെ തന്നെയാണ് ഈ ഓൾഡ് പോർട്ട് ഉള്ളത്. ഓൾഡ് പോർട്ടിൽ നിന്നാണ് ഈ ക്രൂസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ചാംബി മാസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ വന്നിട്ട് കുറേ കറങ്ങി കുറേ ടൈമെല്ലാം സ്പെൻഡ് ചെയ്ത് പോയതാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ല വൈബായിരുന്നു. നല്ല കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലത്തെ സമയത്ത് കാരണം ഇതൊക്കെ ഒന്ന് ഉഷാറായി വരുന്നതുള്ളൂ. ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് ഓൾഡ് പോർട്ട് ഏരിയയിലേക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് പോർട്ട് പഴയൊരു പോർട്ടിൻ്റെ ഏരിയ ഡെവലപ്പായി വന്നതാണ് ഈ ഏരിയ എല്ലാം. ഈ ഓൾഡ് ടൗണിൽ തന്നെയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടർഡാം കത്തീഡ്രലും പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഉള്ള അവരുടെ പഴയ സിറ്റി ഹാളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. ഇത് ഇപ്പോൾ ഇവർ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലമാണ്. ഈ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ ആണ് ഈ ഏരിയ ഉള്ളത്. അതിലൊരു ചെറിയ പ്രൊമനേഡ് ഇവിടുന്ന് ക്രൂസും കാര്യങ്ങളും ഈ ടൂറിസ്റ്റ് ബോട്ടുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പ്രൊമനേഡാണത്. ഇത് സെൻറ്റ് ലോറൻസ് റിവറിനോട് വളരെ ചേർന്നിട്ടാണ്, അതായത് ആ റിവറിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രൊമനേഡാണത്. ഞാനവിടെ ചെല്ലുമ്പോഴേക്കും ബോട്ടിൻ്റെ ടൈം ആവുന്നുണ്ടായിരുന്നുള്ളൂ. ടിക്കറ്റെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഞാനെടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ $30 Canadian ഒരു മണിക്കൂറിലേക്കുള്ള ഒരു ട്രിപ്പിൽ വേണ്ടിയിട്ട്. ഈ പ്രൊമനേഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും രാവിലത്തെ സമയമായതുകൊണ്ടെന്ന് തോന്നുന്നു, ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഷിക്കാഗോയിലെ നേവി പിയറിൽ കൂടെ നടന്ന ഒരു ഫീലാണ്. അത്ര വലുതല്ലെങ്കിലും അതിൻ്റെ ഒരു 25% പോലും ഇല്ല ഈ പ്രൊമനേഡ്. അന്ന് കുറേ കൂടെ ഹാപ്പനിങ് പ്ലേസ് ആണ്. അവിടുന്ന് കുറേ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ആകെ ഒരു 3-4 ബോട്ടുകൾ മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ. അതും ആൾക്കാരെല്ലാം വന്നു തുടങ്ങുന്നുള്ളൂ. ഒരു 1 hour ക്രൂസാണ് ഇവിടെ നിന്നുള്ളത്. ഈ കിടക്കുന്ന ബോട്ടിലാണ് ഇതുള്ളത്, നമ്മുടെ ക്രൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ക്രൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 100 ആൾക്കാർ, അതായത് 100 പേരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്രൂസാണിത്. 2 ഫ്ലോറിലായിട്ടാണ് ക്രൂസ് ഉള്ളത്. ഒന്ന് താഴത്തുള്ള ഫ്ലോറ്, പിന്നെ ഒന്ന് മുകളിലൊരു അപ്പർ ഡെക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. താഴത്തെ ഡെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു എയർ കണ്ടീഷൻഡ് ഇതാണ്. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബാറുണ്ട്, ഇതെല്ലാം അതിനകത്ത് ഉണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് ചാർജസ് ആണ്. നമ്മൾ ഈ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് എൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ റെസ്റ്റോറൻറ്റും ബാറും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ സീറ്റിംഗ് ഉണ്ട്, ഫുൾ പനോറമിക് വ്യൂസാണ്. നല്ലൊരു അടിപൊളി സെറ്റപ്പ് ബോട്ടാണത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഓൾഡ് പോർട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും അതിൻ്റെ മെറീന ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഈ വലിയ ക്രൂസ് ഷിപ്പൊക്കെ ഇല്ലേ, ലക്ഷറി ക്രൂസ് ഷിപ്പൊക്കെ പോർട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഒരു പ്രൊമനേഡും ഉണ്ട് അപ്പുറത്ത്. ഈ ഓൾഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1600-കളിൽ, അതായത് 17ാം നൂറ്റാണ്ടിൽ അവർ ഇതിന് വേണ്ടിയിട്ട് ഈ ഫ്രഞ്ചുകാർ ആണ് ഈ പോർട്ട് ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഫർ ട്രേഡിംഗ് ഇല്ലേ, മറ്റേ ഈ രോമം ഇതുകൊണ്ടുള്ള അതിൻ്റെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള രോമക്കുപ്പായങ്ങളും കാര്യങ്ങളും അതിൻ്റെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ബോട്ട് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ബോട്ട് എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു ബോട്ട് മാത്രമേ ഞാൻ ദൂരെ കൂടെ ബോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരൊറ്റ ബോട്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുള്ളൂ. ഇവിടുത്തെ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഭയങ്കര ഒരു സ്കൈ ലൈനൊന്നും, എന്താ പറയുക, ഒരു സിറ്റി സ്കൈ ലൈനൊന്നും അങ്ങനത്തെ ഒരു വ്യൂ ഒന്നും ഇവിടെ ഇല്ല. ഇതിനോട് ചേർന്നിട്ട് തന്നെ ഉള്ളത് കുറച്ച് ഐലൻഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ നോർത്ത് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഐലൻഡ്സ് ഒക്കെയാണ്, അതൊക്കെയാണ് അപ്പുറത്തുള്ളത്. അപ്പുറത്തുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ എന്താണ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ഈ ജാക്വസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിഡ്ജാണിത്. ഇതാണ് മറ്റേ എന്താണ് ഈ മെയിൻലാൻഡിനെയും അവിടെയുള്ള ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. അങ്ങനെ കുറേയധികം കാഴ്ചകളൊന്നും നമുക്കില്ല ഇവിടെ, അതായത് ഈ ബോട്ട് ടൂറിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ബോട്ട് ടൂർ ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും കാണാനില്ല. 1 മണിക്കൂർ ബോട്ടിൽ നിന്ന് കറങ്ങിയിട്ട് വരാമെന്ന് മാത്രം. അത്രയധികം ആൾക്കാരും ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ക്രൗഡൊന്നും ഈ ബോട്ടിലുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 100 പേരിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണിത്. എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-30% കപ്പാസിറ്റിയിലാണ് ബോട്ട് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഹോളിഡേയ്സ് ആണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു സമയമാണിത്. ഞാൻ പറഞ്ഞില്ല, ജൂലൈ 1 എന്ന് പറഞ്ഞാൽ അവരുടെ കാനഡ ഡേ ആണ്. അതിനോടനുബന്ധിച്ചുള്ള എന്തൊക്കെയോ ഫങ്ഷൻസും കാര്യങ്ങളും ഞാൻ താമസിച്ചിരുന്നിടത്തെല്ലാം നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ചെന്നിറങ്ങുമ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോഴേക്കും കുറേയൊക്കെ അവർ അവിടെ പണിത് കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ വലിയ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. എപ്പോഴാണെന്നുള്ളത് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ കമ്മിങ് ഡേയ്സിൽ എപ്പോഴും അവിടെ എന്തോ ഒരു വലിയ ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന എൻറ്റയർ സ്ട്രീറ്റ് അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളും സ്പീക്കേഴ്സും ലൈറ്റ്സും പിന്നെ എന്തൊക്കെയോ കുറേ ഇൻസ്റ്റലേഷൻസ് അവിടെ നടത്തുന്നുണ്ടായിരുന്നത്. ഇത് കാണുന്നതാണ് ലാരോണ്ട എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. അതിനൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അത് ക്യൂബെക് പ്രോവിൻസിലുള്ള ഏറ്റവും വലിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഈ ബോട്ട് ഓടി തുടങ്ങുമ്പോൾ തന്നെ അവർ ഇപ്പോൾ നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ബിയർ, വൈൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യാൻ പറ്റും. ബോട്ടിൻ്റെ ഉൾവശം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്ലാസിൻ്റെ ഇതെല്ലാം വിൻഡോസും കാര്യങ്ങളെല്ലാം നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഇതാണ് ഉള്ളത്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ലേ, അത്ര ഗംഭീരമായിട്ടുള്ള കാഴ്ചകളൊന്നും ഈ ഒരു ഇതിലുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 1 hour കറങ്ങിയിട്ട് വരാമെന്നല്ലാതെ പ്രത്യേകിച്ചൊരു എടുത്തു പറയത്തക്കായ ഒരു ഇതൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ബോട്ട് തിരിച്ചു വന്നു. ഇനിയുള്ളത് പോർട്ട് ഏരിയ. ഞാൻ പറഞ്ഞില്ലേ, പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന സ്ഥലമാണ് ഈ പോർട്ട് ഏരിയ എന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ളൊരു പാർക്കാണ്. ഈ പാർക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ ലെങ്ത്തിലുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഈ ഒരു 2 കിലോമീറ്റേഴ്സ് ദൂരത്തിൽ തന്നെ ഈ പാർക്കുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലക്ഷറി ക്രൂസ് എല്ലാം വന്ന് ഡക്ക് ചെയ്യുന്ന സ്ഥലം. ഞാൻ ആ ബോട്ടിലിരിക്കുമ്പോൾ തന്നെ കണ്ടു അവിടെ വലിയൊരു ക്രൂസ് ഷിപ്പ് വന്നിട്ട് ഡക്ക് ചെയ്തിട്ടുണ്ട്. സമ്മർ തുടങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വലിയൊരു പച്ചപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊന്നും അങ്ങനെ പാർക്കിൽ കാണാനുണ്ടായില്ല. ആൾക്കാർ അവിടെയും വളരെ കുറവ് തന്നെയാണ്. വളരെ അപൂർവ ആൾക്കാർ മാത്രമേ അവിടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ.
ഈ ഗ്രാൻഡ് ക്വേ എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്രൂസ് ടെർമിനലും അതിൻ്റെ ഒരു മറ്റൊക്കെ ഇല്ല, എന്താ പറയുക, നമ്മുടെ ചെക്ക് ഇൻ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഗ്രാൻഡ് ക്വേ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഒരു പ്രൊമനേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. നന്നായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഏരിയ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് വരാനും വന്നിരിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കാണ് ഡെവലപ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂസ് ഷിപ്പ്, വൈക്കിംഗ് നെപ്റ്റ്യൂൺ എന്നാണ് എൻ്റെ പേര്. ശരിക്കും പറഞ്ഞൊരു സ്കാൻഡിനേവിയൻ അവിടുത്തെ ഒരു ഫ്ലാഗിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നോർവേ ഫ്ലാഗിൻ്റെ അണ്ടറിൽ വരുന്ന ഇതാണ് ഈ ഷിപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് നോർവേയിലേക്ക് പോകുന്ന ഷിപ്പാണ്. അതിൻ്റെ ക്രൂസിങ് ടൈം എന്ന് പറഞ്ഞാൽ 28 ഡേയ്സ് വരുന്നുണ്ട്. 28 ദിവസം കൊണ്ടാണ് ഇത് പോകുന്നത്. ഇടയ്ക്ക് പോകുന്ന വഴി കുറേ രാജ്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്തിട്ടൊക്കെ പോവാം. അതിലൊന്ന് ആണ് ഈ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് വന്നിട്ട് കാനഡയിലെ പോർട്ടിങ്ങാണ്, ഡക്കിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഷിപ്പെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഷിപ്പാണത്. അതാണ്ട് ഒരു 400 ചില്ലാൻ ക്യാബിൻസും അതുപോലെ തന്നെ 900 കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷിപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് കാണുന്ന പോലെ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഇല്ലേ, ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് കാണുന്ന പോലെ ഉണ്ടാവും എൻ്റെ തൊട്ടടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലക്ഷറി ക്രൂസ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ആ പ്രൊമനേഡാണ്. ഇതെല്ലാം ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് എനിക്കറിയില്ല ആൾക്കാരെ കയറ്റി തുടങ്ങിയെന്ന്. പക്ഷേ ഞാൻ പോയ സമയത്ത് അങ്ങനെ ഒരു ഇതൊന്നും കണ്ടില്ല. ഇതാണ് ആ ഷിപ്പ്. ആ ഷിപ്പിൻ്റെ സൈഡിലും അതിൻ്റെ ക്യാബിൻസും അതിൻ്റെ ബാൽക്കണിയെല്ലാം കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഹ്യൂജ് ഷിപ്പാണത്. ഇതിപ്പോൾ തിരിച്ച് നമ്മൾ ഓൾഡ് ടൗൺ ഏരിയയിലേക്ക് തന്നെ ചാംഡി മാർട്സ് എന്ന് പറഞ്ഞിട്ട് ആ സ്ക്വയറിലേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് തിരിച്ച് വേറെ ഇതിലേക്ക് പോകാൻ വേണ്ടി. നമ്മളിപ്പോഴീ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ എല്ലാം ഈ ഓൾഡ് ടൗണിനോട് അനുബന്ധിച്ചുള്ള ഏരിയകളൊക്കെ തന്നെയാണ്. അതായത് പിന്നെ മെയിൻ സിറ്റി ഏരിയ അല്ല ഇത്. ഇതെല്ലാം ഓൾഡ് ടൗണിനോട് അനുബന്ധിച്ചുള്ള ഏരിയാസാണ് ഈ കാണുന്നത്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതല്ല. ഇവിടുന്ന് എല്ലായിടത്തേക്കും മെട്രോ ലൈൻസ് ഉണ്ട്. 4 മെട്രോ ലൈൻസാണ് ഇവിടെ മോൺട്രിയലിൽ മൊത്തത്തിലുള്ളത്. അതിലിപ്പോൾ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. ഇവരെ ഞാൻ നടന്ന് തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. വിചാരിച്ച പോലെ അത്ര ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാക്കിംഗ് ഇതൊന്നും അത്ര ഒരു ബുദ്ധിമുട്ട് വരുന്നൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വിക്ടോറിയ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്വയറാണ്. 1800-കളിൽ ക്യൂൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായിട്ട് ഇതായിട്ടുള്ള അതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയറാണത്. അന്നത്തെ എന്താണ് ബ്രിട്ടീഷ് രാജാവ് വരുന്നതിനോടനുബന്ധിച്ച് അവർ ഇറക്റ്റ് ചെയ്താണ് ഈ പ്രതിമ, വിക്ടോറിയയുടെ പ്രതിമ. സ്ക്വയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ആ മാപ്പിലുള്ളത്. ഇതും നല്ലൊരു ഏരിയ ആണ്. ശരിക്കും ഒരു യൂറോപ്യൻ ഇതിൽ പോയാൽ തന്നെ ഇഷ്ടംപോലെ സ്ക്വയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്, ഈ മോൺട്രിയാൽ എന്ന് പറയുന്നത്. ഒളിമ്പിക് ടോർച്ചിൻ്റെ ഒരു ഇതാണ്, സ്കൾപ്ചറാണ് കണ്ടത്. ഇതുള്ളത് തന്നെ ഒളിമ്പിക് കമ്മിറ്റി ഇതുണ്ട്, അതിൻ്റെ ഒരു ഓഫീസുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് ഇത് ഈ ഒളിമ്പിക് ഫ്ലെയിമിൻ്റെ ഈ ഒരു സ്കൾപ്ചർ വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു യൂറോപ്യൻ സ്റ്റേറ്റിൽ കൂടെ നടന്നു പോകുന്ന ഒരു വൈബാണ് ഇവിടെ ഈ മോൺട്രിയാലിൽ നടന്നു പോകുമ്പോൾ. അതായത് സ്പാനിഷും ഫ്രഞ്ചും ഒക്കെയായിരുന്നു ഇവിടെ കുറേ കാലമായിട്ട് ഭരിച്ചിരുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ഇതാണുള്ളത് ഇവിടെ. ഒരു യൂറോപ്യൻ വൈബ് തന്നെ. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂറോപ്പിൻ്റെ ഏതൊരു സിറ്റിയിൽ ചെന്നിറങ്ങിയിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ ഉണ്ടാവുക.
കുറേ നടന്നിട്ട് ഞാനൊരു സിറ്റി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു നല്ല എന്താണ് ഡൗൺ ടൗൺ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉച്ച സമയമായി. ഇപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഇതിൽ ഞാൻ തൊട്ടടുത്ത് കണ്ട ഒരു മാളിലേക്ക് കയറുകയാണ്. മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബർഗറും പിസയും കാര്യങ്ങളൊക്കെയാണ്. അതാണ് കുറേ കൂടെ എക്കണോമിക്കലായിട്ടുള്ള ഭക്ഷണങ്ങൾ. അതിലെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.